ഇന്ന് നമുക്ക് തേങ്ങ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേങ്ങ തലേദിവസം നമ്മൾ ചിരകി പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തലേദിവസം തേങ്ങ ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് ചുവന്ന് പോകും. പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പൊടിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടിപ്പ് നമുക്ക് ഇതുപോലെ തേങ്ങാമുറിയിൽ തേച്ചിട്ട് വെച്ചാൽ നമ്മുടെ തേങ്ങ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത്. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ നമ്മൾ തണ്ണിമത്തനൊക്കെ വീട്ടിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തനൊന്നും പിറ്റേ ദിവസം കേടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് തേങ്ങ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തേങ്ങാമുറി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പിറ്റേ ദിവസം ചിലകുമ്പോൾ ചിലപ്പോൾ കഷ്ണങ്ങളായിട്ട് വരാറുണ്ട്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ തേങ്ങ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലെ ആ തേങ്ങാമുറിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഡ്രൈ ആയിട്ട് പോവില്ല കേട്ടോ. പുതിയ തേങ്ങ എങ്ങനെയാണ് പൊട്ടിച്ചത് അതുപോലെ തന്നെ നമുക്ക് ചിരകാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.